വനിതാ പ്രതിഭകളുടെ സ്വപ്നങ്ങൾക്ക് ചിറക് നൽകാൻ നമ്മുടെ റെഡ് കാർപ്പറ്റിന്റെ വേദി ഒരുങ്ങിയിരിക്കുകയാണ്. സോ ലെറ്റ്സ് ബിഗിൻ ദി ഷോ. ദിസ് ഈസ് റെഡ് കാർപ്പറ്റ് ആൻഡ് നമ്മുടെ എനർജറ്റിക് ഗസ്റ്റുകൾ ഇവിടെ റെഡി ആയിട്ടിരിക്കുന്നുണ്ട്. സോ അവർ രണ്ടുപേരെയും സ്വാഗതം ചെയ്യാം. ലെറ്റ്സ് വെൽക്കം റേജൻ ആൻഡ് ഹരിത. രണ്ടുപേർക്കും ഒരിക്കൽ കൂടി സ്വാഗതം. തിരിച്ചു വരൂ. അതായത് ഇത്രയും എനർജറ്റിക് ആയിട്ടുള്ള രണ്ട് ആൾക്കാരെ കിട്ടിയത് ഞങ്ങളുടെ ഷോയിന്റെ മഹാഭാഗ്യമാണ്. മഹാഭാഗ്യമാണെന്ന് ഞാൻ പറയുള്ളൂ. ഈ ഹരിതയ്ക്ക് ഈ അടുത്തിടെ ഒരു പണി കിട്ടിയിട്ട് അത് ഭയങ്കരമായിട്ട് സോഷ്യൽ മീഡിയയിലൊക്കെ വൈറലായിരുന്നു. വെള്ളത്തിൽ ചാടി റബേക്കയുടെ കല്യാണത്തിന് പോയി വെള്ളത്തിൽ അന്നാണ് മനസ്സിലായത് കുറെ കാലമായിട്ട് വെള്ളം തൊട്ടിട്ടില്ല. ഇതിപ്പോ കിട്ടിയല്ലേ? ഇപ്പല്ല, ഞാൻ ഹരിതയാണ് വരണേന്ന് പറഞ്ഞപ്പോ തന്നെ എന്റെ മനസ്സിൽ കുറിച്ചിട്ട ചോദ്യമാണ്. കാരണം വെള്ളത്തിൽ ഒരാൾ വെറുതെ തള്ളിയിടാൻ പറ്റില്ലല്ലോ. ഒന്നേ നിങ്ങൾ അവിടെ എന്തെങ്കിലും കുസൃതി കാണിച്ചു നമുക്ക് മനസ്സിലാവും. ആ വെള്ളത്തിൽ നിന്ന് എഴുന്നേറ്റിട്ട് അവളിങ്ങനെ നിൽക്കുന്നുണ്ട്. വെള്ളം എന്റെ മേത്തായോ ആ ഒരു ഫീൽ ആയിരുന്നു. വർഷങ്ങളായി ഞാൻ കാത്തു സൂക്ഷിച്ച അല്ല, സംഭവം ശരിയാണ്. ഞാൻ വെള്ളം കണ്ടിട്ടില്ല എന്നുള്ളതല്ല, അത് റബിന്റെ കല്യാണത്തിന്റെ അന്നായിരുന്നു. ഞങ്ങള് ആർട്ടിസ്റ്റുകൾ എല്ലാരും കൂടെ നിൽക്കാണ്. അപ്പൊ അവള് ഭയങ്കര എക്സൈറ്റഡ് ആയിരുന്നു. അപ്പൊ അതിന്റെ ഇതില് സംഭവിച്ചു പോയതാണ്. എക്സൈറ്റ്മെന്റില് ഹരിതേനെ അങ്ങ് വെള്ളത്തിൽ ഉന്തി വിടാൻ തോന്നി. എല്ലാരും കൂടെ ഭയങ്കര ഫണ്ണായിട്ടൊക്കെയാണ്. അപ്പൊ ഇവര് പ്ലാൻഡ് ആയിരുന്നു, പ്രതീക്ഷയൊക്കെ പ്ലാൻഡ് ആയിരുന്നു. പക്ഷെ ഞാൻ വിചാരിച്ചത്, അവൾ എന്നോട് പറഞ്ഞാൽ നമുക്ക് വെള്ളത്തിൽ വീഴുന്ന പോലെ പോസ് ചെയ്യാന്നൊക്കെ. ഞാൻ ഓക്കെ എന്നൊക്കെ പറഞ്ഞ് ഫോണൊക്കെ മാറ്റി വെച്ച് ഞാൻ റെഡി ആയിട്ട് നിന്നു. പക്ഷെ വെള്ളത്തിൽ വീണിട്ട് ഇപ്പൊ പറഞ്ഞ ശരിയാന്ന് പറഞ്ഞാൽ ഞാൻ എഴുന്നേറ്റ് ഓക്കെ. അപ്പൊ ഞാൻ വെള്ളത്തിൽ പോയി, ഞാൻ വെള്ളത്തിലാണ്. പിന്നെ ഞാൻ നോക്കുമ്പോ പുറകില് മുഴുവനും മീഡിയ ക്യാമറയൊക്കെ ഇങ്ങനെ നിൽക്കാം. അപ്പൊ എനിക്ക് അങ്ങോട്ട് തിരിയരുത് എന്നുണ്ട്. ഞാൻ അതോടെ നിന്നിട്ട് കുറച്ചു നേരം ഇങ്ങനെ ബ്ലാക്ക് ഔട്ട് ആയിട്ട് നിന്നു. പിന്നെ ഏട്ടൻ ശ്രീജിത്തേട്ടനും റബ്ബും എല്ലാരും കൂടെ വന്ന് അത് ശരി. അപ്പൊ അങ്ങനെ നിങ്ങള് അവര് പ്ലാൻ ചെയ്ത ഒരു വെള്ളത്തിൽ ചാട്ടം വരുന്നത്, പക്ഷെ കുട്ടി പ്രതീക്ഷിച്ചില്ല. പക്ഷെ മീഡിയയിൽ അത് വൈറലായി. ശരി, അപ്പോൾ ഇതൊക്കെയാണ് ഇൻസിഡന്റ്. ഇനി ഞാൻ നിങ്ങൾക്കോട്, അതായത് സത്യം മാത്രമേ ബോധിപ്പിക്കാവൂ എന്നുള്ളൊരു സെഗ്മെന്റിലാണ് നമ്മൾ ഇനി കടന്നു പോകാൻ പോകുന്നത്. അപ്പോൾ സത്യസന്ധമായിട്ടുള്ള ആൻസേഴ്സ് ആലോചിക്കാതെ വളരെ പെട്ടെന്ന് റാപ്പിഡ് ഫയർ പോലെ നിങ്ങൾ പറഞ്ഞു പോകണം. ഞാനൊരു 5 ക്വസ്റ്റ്യൻസ് വെച്ചിട്ട് നിങ്ങളോട് ചോദിക്കും. ഡെയിലി എത്ര ഐ ലവ് യു മെസ്സേജസ് വരാറുണ്ട്? ഒരുപാടുണ്ടല്ലോ. സോറി, നിന്റെ കാര്യമല്ല പറഞ്ഞത്, എന്നോടാണ് ചോദ്യം. നിനക്ക് തരാം, അവസരം തരാം. എത്ര മെസ്സേജസ് വരാറുണ്ട്? റാൻഡംലി ഒരു കൗണ്ട് പറയൂ. ഇപ്പൊ അങ്ങനെ സോഷ്യൽ മീഡിയയിലൊക്കെ വരല് വളരെ കുറവാണ്. അപ്പൊ ഇപ്പൊ ഗേൾ ഫ്രണ്ട് ഒരു ദിവസം എത്ര ഐ ലവ് യു മെസ്സേജ് അയക്കും? അത് ഞങ്ങളുടെ മൂഡ് പോലെ ഇരിക്കും. മൂഡ് പോലെ? നിങ്ങൾ നല്ല മൂഡിലാണ് എത്ര മെസ്സേജ് അയക്കും? ഞങ്ങൾ അത് മെസ്സേജ് അല്ല, നമ്മൾ നേരിട്ട് വിളിച്ച് പറയും ഐ ലവ് യു ഡാ. ഇനി ബാച്ചിലർ ലൈഫിനോടാണോ ഫാമിലി ലൈഫിനോടാണോ ഇഷ്ടം? ബാച്ചിലറാണ് ഇപ്പോഴും ഇഷ്ടം. ബാച്ചിലറാണ് ഇഷ്ടം. പിന്നെ കല്യാണം പറ്റൂ എന്ന് വിചാരിച്ച് കല്യാണം കഴിക്കുന്നു. ഇപ്പൊ ഞങ്ങളാണെങ്കിലും ഞങ്ങളിപ്പോ ഭയങ്കര ഫ്രീ ആണ്. കാരണം ഞങ്ങള് ഇപ്പോഴും ഇങ്ങനെ ഫ്രീ ആയിട്ട് നടക്കുവാണ്. അതെ, മറ്റേത് കുറച്ചുകൂടി റെസ്പോൺസിബിലിറ്റി ഏറ്റെടുക്കണം. ഇനി പുറത്ത് പറയാൻ കൊള്ളാത്ത ഒരു സ്വഭാവ ദൂഷ്യം? ഒരുപാടുണ്ടല്ലോ. അതെങ്ങനെ നിനക്കറിയാം? പുറത്ത് പറയാൻ പാടില്ലാത്തതാ പറഞ്ഞത്. ആ പുറത്ത് പറയാൻ പാടില്ലാത്തത് പറയുന്നു. അല്ല, എന്തായാലും ഉണ്ടാവും ഉറപ്പാണ്. അതെങ്ങനെ നിനക്ക് ഉറപ്പ്? കയ്യിലിരിപ്പ് ശരിയല്ല. അതെങ്ങനെ നിനക്ക് മനസ്സിലായി? ഹരിതയുടെ ഇതേ കുറിച്ച് വേറെ ഉണ്ട്. പറ, സത്യം മാത്രമേ ബോധിപ്പിക്കുള്ളൂ. പുറത്ത് പറയാൻ കൊള്ളാത്ത സ്വഭാവ ദൂഷ്യം. പക്ഷെ ഇപ്പൊ അത് പുറത്ത് പറയാം. ഇന്ന് പുറത്ത് പറയാം. രണ്ടടിക്കണം തോന്നിയാലും വല്ലപ്പോ അടിക്കുന്നല്ലാതെ പ്രത്യേകിച്ച് ട്രെയിനിങ് തുടങ്ങിയപ്പോ ഇല്ല. ഇപ്പൊ നമ്മുടെ എന്നോട് ചോദിച്ചിട്ട് കാര്യമില്ല, എന്റെ ഫ്രണ്ട്സിനോട് ചോദിക്കല്ലേ. അതാണ് റോക്കി വേഴ്സസ് പുഷ്പ. ഇതിൽ ഏത് ക്യാരക്ടർ റേജിന് റോക്കി ഐ ആം എ റോക്കി ഫാൻ. KGF ഫസ്റ്റ് സിനിമ ഒരു വർഷം. വൈ റോക്കി? ആദ്യം തിയേറ്ററിൽ പോയി കണ്ട പടാ ഞാൻ. അതായത് KGF ആ സമയത്ത് തിയേറ്ററിലൊന്നും അധികം ആരും പോയി കണ്ടിട്ടില്ല. അപ്പൊ ഞാൻ ഇതേപോലെ ഒരു പടം ഇറങ്ങി. അന്ന് ബാഹുബലിയൊക്കെ ഭയങ്കര സംഭവം നിൽക്കുന്ന സമയം. അന്ന് ചെന്നപ്പോ എനിക്ക് ബാഹുബലിക്ക് അതിനോട് ടിക്കറ്റ് കിട്ടിയില്ല. അങ്ങനെ ഞാൻ KGF കാണാന്ന് വെച്ചാൽ ജസ്റ്റ് ഒന്ന് കയറിയതാ. പക്ഷെ കണ്ട് ഇറങ്ങിയപ്പോണ്ടല്ലോ, അപ്പൊ തൊട്ട് ഞാൻ ഫാനായി കഴിഞ്ഞു. എന്നിട്ട് ഞാനതൊരു തിയേറ്ററിൽ തന്നെ 2 പ്രാവശ്യം പോയി കണ്ടിട്ടുണ്ട്. ഇപ്പോഴും കണ്ടുകൊണ്ടിരിക്കുന്നുണ്ട്. സെക്കൻഡ് പാർട്ട് ഇറങ്ങിയത് തീർച്ചയായും. മറ്റതിൽ പക്ഷെ നല്ല പുഷ്പയുടെ ക്യാരക്ടറിന് പക്ഷെ നല്ല റെമ്യൂണറേഷൻ തരും. 10 കോടി തരും. ഒന്നും വേണ്ട, എനിക്ക് മാസമായിട്ട് പെർഫോം ചെയ്യാൻ പറ്റില്ല. ഒന്നും വേണ്ട. ശരി, ഓക്കേ. അത്രയും മാസല്ലേ? മാസാണ്. അപ്പൊ മാസ പടം വേഗം ചെയ്യാൻ പറ്റും. എനിക്ക് ആക്ഷൻ പടങ്ങളോട് ഭയങ്കര ഇഷ്ടമാണ്. ഇനി അടുത്തത് ഹരിതയോടുള്ള ക്വസ്റ്റ്യൻ ആണ്. അതായത് കള്ളം പറയാറുണ്ടോ? യെസ്. ഡെയിലി കുളിക്കാറുണ്ടോ? അതൊക്കെ ക്വസ്റ്റ്യൻ ആരുണ്ടാക്കിയേ? ഡെയിലി കുളിക്കാറുണ്ടോ? ഉണ്ട്. സത്യം? ഉണ്ട്. ഇന്ന് കുളിച്ചാ? തല നനച്ച് കുളിച്ചോ?
പക്ഷെ ഇന്നലെ കുളിച്ചു മുമ്പ് ഞങ്ങൾ കുളി എന്ന് ഉദ്ദേശിക്കുന്നത് തലയൊക്കെ നനച്ച് മുഖവേല കഴിയും അതാണ്. ഓക്കെ, അപ്പൊ കള്ളവും പറഞ്ഞു കുളിക്കാറുമില്ല. കോൾഡ് ഉള്ളതുകൊണ്ടാണ് ഞാൻ ഇന്ന് തല നനയ്ക്കാൻ. മനസ്സിലായി. അപ്പൊ കുളിക്കാറില്ല. ഇനി സ്വന്തം സൗന്ദര്യം ആരുമായാണ് കമ്പയർ ചെയ്യുന്നത്? ഇല്ല, നമുക്ക് കാണുമ്പം ഇഷ്ടമുള്ള കുറെ സംഭവങ്ങൾ എടുക്കും എന്നല്ലാതെ ഒരു പെർട്ടിക്കുലർ പേഴ്സൺ അങ്ങനെ വേണമെങ്കിൽ എന്നെ കമ്പയർ ചെയ്തോളൂ അല്ലേ. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. ഇൻസ്റ്റാഗ്രാം റീൽസ് ഡെയിലി എത്ര എണ്ണം വെച്ച് ചെയ്യും? അധികം ചെയ്യാറില്ല, സത്യമായിട്ടും ചെയ്യാറില്ല. ചെയ്തിട്ടില്ല എന്നല്ല, പക്ഷെ അങ്ങനെ ഡെയിലി അഡിക്ഷൻ ആയിട്ടൊന്നും ചെയ്യാറില്ല. അത് തന്നെ ഇങ്ങനെ എന്തെങ്കിലും കാര്യങ്ങൾ ഉണ്ടെങ്കിൽ അത് ആ ഒരു സ്പോട്ടിലൊക്കെ നമുക്ക് ചെയ്യാം. അങ്ങനെ വല്ലപ്പോഴും ചെയ്യുന്നതാണ്. ഓ, അത്രേ ഉള്ളൂ. ഇനി ആരായിരുന്നു ആദ്യ പ്രണയം? എങ്ങനെ? ഇതിനെങ്കിലും സത്യസന്ധമായിട്ടുള്ള ഡിപ്ലോമാറ്റിക് അല്ലാത്ത. ഞാൻ ആദ്യം പറഞ്ഞല്ലോ കള്ളം പറയും. അതൊക്കെ, പക്ഷെ ഇതിനെങ്കിലും സത്യസന്ധമായിട്ട് ഞാനൊരു കാര്യം പറഞ്ഞാൽ ഞാനത് ഫോളോ ചെയ്യും. ഞാനത് ഫോളോ ചെയ്താണ് ഇത്രയും നേരം ആൻസർ ചെയ്തത്. എന്നാലും ആരായിരുന്നു ആദ്യ പ്രണയം? എവിടെ വെച്ച്? അല്ലെങ്കിൽ ആരായിരുന്നു അല്ല, എവിടെ വെച്ചായിരുന്നു? അങ്ങനെയല്ല, എനിക്ക് ദുഃഖത്തോട് പറയട്ടെ, എനിക്ക് പ്രണയം ഉണ്ടായില്ല. ഞാൻ റിലേഷൻഷിപ്പിലൊന്നും ആയിട്ടില്ല ഇതുവരെ. പക്ഷെ ഒരുപാട് ക്രഷും കാര്യങ്ങളൊക്കെ ഒരുപാട് ഉണ്ടായിട്ടുണ്ട്. അതാരാന്ന് ചോദിക്കണ്ട. പക്ഷെ നല്ല ഡീപ്പ് ക്രഷ് ഒക്കെ ഉണ്ടായിട്ടുണ്ട്. പക്ഷെ ലവിന്റെ കാര്യത്തിൽ 10ാം ക്ലാസ്സിലൊന്നും ഒന്നുമില്ല. ക്രഷ് പഠിക്കുമ്പോ ഇല്ല. +2 ഇല്ല. ഇൻഡസ്ട്രിയിൽ വന്നതിന് ശേഷം എനിക്കെപ്പോഴും റൈറ്റ് പേഴ്സൺ അറ്റ് റോങ് ടൈം ആണ്. പിന്നെ ഒന്നും പറഞ്ഞിട്ട് കാര്യമില്ല. എനിക്കറിയാം നിങ്ങൾ ഇങ്ങനെയൊക്കെ ചോദിക്കുമെന്ന്. ഞാൻ ഭയങ്കര പ്രിപ്പയർഡ്. കള്ളം പറഞ്ഞല്ലോ ഇവിടെ കേട്ടോ. സത്യം പറയാറുണ്ടോ? വല്ലപ്പോഴും. അല്ല, പറയാറുണ്ട് മാത്രം. വല്ലപ്പോഴും സത്യം. ഈ റേജ് ക്വസ്റ്റ്യൻ ഇല്ലാത്തൊരു കാര്യമാണ്. ഈ റേജൻ ഇതുപോലെ എപ്പോഴും എന്തെങ്കിലുമൊക്കെ പറഞ്ഞ് തോണ്ടിക്കൊണ്ടിരിക്കുമല്ലോ, ചൊറിഞ്ഞോണ്ടിരിക്കും. അപ്പൊ റേജിനോട്ട് നല്ലൊരു അടി കൊടുക്കാൻ തോന്നിയിട്ടുണ്ടോ എപ്പോഴെങ്കിലും? എപ്പോഴെങ്കിലും. ഹൊറിബിൾ ഇറിറ്റേഷൻ ആണ്. പക്ഷെ ഒരു അടി കൊടുക്കാൻ ഒരു അവസരം കിട്ടിക്കഴിഞ്ഞാൽ ഏത് കൊടുക്കും. എന്നാ ഇപ്പൊ ഒരു അടി കൊടുത്തോളൂ. തിരിച്ചടിക്കില്ല എന്ന് ഉറപ്പുണ്ടോ? തിരിച്ചടിക്കില്ല എന്ന് ഉറപ്പ് പറ. റെഡി 1 2 and 3. നമുക്ക് നിങ്ങളുടെ വിശേഷങ്ങളും നിങ്ങളുടെ ഗെയിം സെക്ഷനും എല്ലാം നമ്മളിങ്ങനെ കുറച്ച് സമയത്തേക്ക് മാറ്റി വെച്ചിരിക്കുകയാണെങ്കിൽ നമുക്ക് നമ്മുടെ കണ്ടസ്റ്റന്റിനെ വിളിക്കാനുള്ള സമയമാണ്. ഇന്ന് നിങ്ങളുടെ മുന്നിൽ പെർഫോം ചെയ്യാൻ വരുന്ന ആരാണെന്ന് നമുക്കറിയാം. ഈ ഒരു ചൂടോടുകൂടി തന്നെ നമുക്ക് ആ ആളെ വിളിക്കാം. റെഡി? റെഡ് കാർപ്പറ്റിന്റെ ഇന്നത്തെ വേദിയിലേക്ക് നമുക്ക് വളരെയധികം സ്നേഹത്തോടെ സ്വാഗതം ചെയ്യാം വിദ്യ വിശ്വനാഥ്. ഹായ് വിദ്യ. സോ വിദ്യ വിശ്വനാഥ്, പറയൂ, എന്തൊക്കെയാണ് വിശേഷങ്ങൾ? എങ്ങനെയൊക്കെ പോകുന്നു ലൈഫ്? നല്ല വിശേഷം, നന്നായിട്ട് പോകുന്നു. സുഖമായിട്ട് പോകുന്നു. ഇപ്പൊ അടുത്തിടെയാണോ കല്യാണം കഴിഞ്ഞത്? ജാനുവരിയിൽ കല്യാണം കഴിഞ്ഞ് അങ്ങനെ ഹാപ്പി ആയിട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ്. ആൻഡ് പറയൂ, വീണ എന്ന് പറയുന്ന ആ കരിയർ ചൂസ് ചെയ്യാൻ എന്തെങ്കിലും പ്രത്യേക റീസൺ ഉണ്ടോ? അതെയോ? ഞാൻ 6 വയസ്സ് തൊട്ട് സംഗീതം പഠിക്കുന്നുണ്ട്. വോക്കൽ ബഹ്റിനിലാണ് പഠിച്ചത്. സുമാ ഉണ്ണികൃഷ്ണൻ എന്നാണ് ടീച്ചറുടെ പേര്. അപ്പം അത് കഴിഞ്ഞ് 10th കഴിഞ്ഞ് ഞങ്ങൾ നാട്ടിലേക്ക് വന്ന് 11th 12th കഴിഞ്ഞ് ഞാൻ BA ചെയ്തത് മ്യൂസിക്കാണ്, വോക്കലാണ്. അപ്പോൾ അതിൽ നമുക്ക് സബ് ഇൻസ്ട്രുമെന്റ് ചൂസ് ചെയ്യാനുണ്ട്. അപ്പോൾ അതിലിങ്ങനെ വീണയോടൊരു കൗതുകം തോന്നി, അങ്ങനെ സബ് എടുത്ത് അങ്ങനെ പഠിച്ചു. റാങ്ക് ഹോൾഡർ ആണല്ലേ? അപ്പോൾ ഈ വീട്ടിലൊക്കെ എങ്ങനെയായിരുന്നു? എല്ലാവർക്കും പാട്ടായിട്ട് തന്നെ മുന്നോട്ട് പോകണം എന്നായിരുന്നു, അതെയോ വീണയാണോ? എന്തായിരുന്നു അവരുടെ ഒരു പ്രിഫറൻസ്? അവർക്ക് വോക്കലും ഒപ്പം ഉണ്ട്. എന്നാലും വീണ യാദൃശ്ചികമായിട്ട് വന്നതാണ്. സബ് നമ്മൾ വിചാരിച്ചിട്ടേ ഇല്ല. അന്നൊരു 10 കൊല്ലം മുമ്പോട്ട് പോയാൽ ഇപ്പോൾ വീണയിലെത്തി നിൽക്കും എന്ന് ഒട്ടും വിചാരിച്ചിട്ടില്ല. സബ് എടുത്തപ്പോൾ വീണയായിരുന്നു. വിദ്യ, ഞങ്ങൾക്ക് വേണ്ടിയിട്ട് ഒരു പാട്ട്, മെയിൻ പെർഫോമൻസ് നമുക്കറിയാം വീണയാണെന്ന്, എന്നാലും ഒരു പാട്ട് നമുക്ക് വേണ്ടിയിട്ട് ഒന്ന് പാടി തന്നു കഴിഞ്ഞാൽ സന്തോഷം. താനേ തിരിഞ്ഞും മറിഞ്ഞും തൻ താമരമെത്തയിലുരുണ്ടും മയക്കം വരാതെ മാനത്തു കിടക്കുന്നു മധുമാസ സുന്ദര ചന്ദ്രലേഖ. താനേ തിരിഞ്ഞും മറിഞ്ഞും തൻ താമരമെത്തയിലുരുണ്ടും മയക്കം വരാതെ മാനത്തു കിടക്കുന്നു മധുമാസ സുന്ദര ചന്ദ്രലേഖ.
സൂപ്പറായിട്ട് പാടി. ആൻഡ് സിനിമാ വിശേഷങ്ങൾ, 1-2 സിനിമയിലൊക്കെ ബാക്ക്ഗ്രൗണ്ട് സ്കോർ ചെയ്യാനുള്ള ഒരു ഭാഗ്യം കിട്ടി. അതിന്റെ വിശേഷങ്ങൾ പറയൂ. ഏതൊക്കെ ഫിലിംസ് ആയിരുന്നു? ഹോം എന്ന് പറയുന്ന സിനിമയിൽ ബാക്ക്ഗ്രൗണ്ട് ഇതിൽ വായിച്ചിട്ടുണ്ട്. പിന്നെ മേപ്പടിയ എന്ന് പറഞ്ഞൊരു മൂവിയിലും ഒരു സോങ്ങിൽ വീണ വായിച്ചിട്ടുണ്ട്. അത് എങ്ങനെയാണ് ആ ഒരു ഓപ്പർച്യൂണിറ്റി വന്നത്? അത് രാഹുൽ സുബ്രഹ്മണ്യം സാറാണ് അതിൻ്റെ മ്യൂസിക് ഡയറക്ടർ. അപ്പോൾ സാറ് ഇൻസ്റ്റാഗ്രാമിൽ വീഡിയോസ് കണ്ടിട്ട് അങ്ങനെ അപ്രോച്ച് ചെയ്താണ്. ഇൻസ്റ്റാഗ്രാം ത്രൂ തന്നെയാണ് മെസ്സേജ് അയച്ചത്. അപ്പൊ എന്തായാലും ഞങ്ങൾക്കും ഒരുപാട് സന്തോഷം ഇങ്ങനെ പരിചയപ്പെടാൻ സാധിച്ചാലും. ഇനി പെർഫോമൻസ് കാണാൻ പോവാണ്. നമുക്ക് ഫാമിലിയെ കൂടി ഒന്ന് പരിചയപ്പെടാം. ആദ്യം നമുക്ക് ഹസ്ബൻഡ്, അദ്ദേഹത്തെ തന്നെ പരിചയപ്പെടാം. പേര് പറയൂ. അരുൺ ജഗന്നിവാസൻ. അരുൺ. ഓക്കെ. സോ അരുൺ എന്തൊക്കെയാണ് വിശേഷങ്ങൾ? വർക്ക് ചെയ്യാണോ? എന്താണ്? ഞാൻ വർക്ക് ചെയ്യാണ്, ദുബായിലാണ്. ഓക്കെ. അപ്പോൾ ഇപ്പൊ ജസ്റ്റ് ഒരു 1 വീക്ക് ഒരു ബ്രേക്ക് എടുത്തിട്ട് വന്നതാണ്. ആൻഡ് വിദ്യയായിട്ടുള്ള എന്താ പ്രണയ വിവാഹമായിരുന്നോ അതെയോ അറേഞ്ച് മാരേജ് ആയിരുന്നോ? അറേഞ്ച് മാരേജ് ആയിരുന്നു. ബട്ട് ലോങ് ബാക്ക് അവളുടെ ചൈൽഡ്ഹുഡ് തൊട്ടേ അറിയാം. കാരണം വിദ്യയുടെ സിസ്റ്ററും ഞാനും ക്ലാസ്മേറ്റ്സ് ആയിരുന്നു, ജൂനിയർ ക്ലാസ്. അങ്ങനെ അറിയാം. അപ്പൊ അന്ന് മുതൽ വിദ്യ പാട്ട് പാടുന്നൊക്കെ ചിലപ്പോൾ അരുണിന് അറിയായിരിക്കും അല്ലേ? അറിയാം. അന്ന് മുതൽ വിദ്യയുടെ പാട്ട് ഇഷ്ടമാണോ? ഇഷ്ടമാണ്, ഒരുപാട് ഇഷ്ടമാണ്. സൂപ്പർ. ഇനി നമുക്ക് വിദ്യയുടെ അമ്മയും അച്ഛനും. ഓക്കെ, നമസ്കാരം. റെഡ് കാർപ്പറ്റിലേക്ക് സ്വാഗതം. പേര് പറയൂ അമ്മയുടെ. എൻ്റെ വിജയ വിശ്വനാഥ്. അമ്മ വർക്ക് ചെയ്യാണോ? ഇല്ല, ഹൗസ് വൈഫാണ്. അമ്മയുടെ ഒരു ആഗ്രഹം എന്തായിരുന്നു? വിദ്യ വലുതായിട്ട് ഈ ഒരു കരിയർ തന്നെ ചൂസ് ചെയ്യണം എന്നായിരുന്നു, അതോ എന്തെങ്കിലും വേറെ ജോലികളൊക്കെ ആയിരുന്നോ? അവളൊരു 10th വരെയും അവൾക്ക് കാർഡിയോളജിസ്റ്റ് ആവണമെന്നായിരുന്നു ഭയങ്കര ആഗ്രഹം. ശരിയാ. എപ്പോൾ നോക്കിയാലും 11th ആ അഡ്മിഷന്റെ സമയത്താണ് പെട്ടെന്നാണ് അവൾ പറഞ്ഞത് എനിക്ക് മ്യൂസിക് തന്നെ മതി എന്ന് പറഞ്ഞത്. പിന്നെ നമ്മളും സപ്പോർട്ട് ചെയ്തു. നമുക്ക് അത് എന്തായാലും മ്യൂസിക് വിടരുതെന്ന് നമുക്ക് നിർബന്ധം ഉണ്ടായിരുന്നു. അപ്പൊ ആ ചൂസ് ചെയ്തപ്പോൾ അത് സന്തോഷമായി. അങ്ങനെ ഹാപ്പി ആയിട്ട് പോകണം. ഇനി അച്ഛൻ വർക്ക് ചെയ്യാണോ? ഞാനിപ്പോ റിട്ടയർഡ് ആണ്. എന്തായിരുന്നു? ബഹറിലായിരുന്നു. ശരി. അപ്പൊ എന്തായാലും പരിചയപ്പെട്ടതിൽ സന്തോഷം. ഇനി നമുക്ക് ഇത് അരുണിന്റെ അച്ഛനും അമ്മയാണ്. പേര് ജഗന്നിവാസ് മുണ്ടഞ്ചേരി. വാവ്, ഭയങ്കര കിടിലൻ ഗംഭീരം പേരാണല്ലോ. ഇത് അധികം ആർക്കും ഇല്ലാത്തൊരു പേരാണ്. ചെറുപ്പത്തിൽ അപ്പൊ എന്താ വിളിച്ചോണ്ടിരുന്നത്? വാസൻ എന്നാ വിളിച്ചിരുന്നത്. വാസൻ, ജഗ്ഗു, അങ്ങനെ ജഗ്ഗു ഭായ് എന്നൊന്നും വിളിക്കാറില്ല. വൈഫാണ് വിളിക്കുന്നത്. വൈഫ് ഇങ്ങനെ ജഗ്ഗു ഏട്ടാ അങ്ങനെയൊക്കെ. ശരി. അമ്മയുടെ പേര്? എന്റെ പേര് ഇന്ദിര. അമ്മ ചെറുപ്പത്തിലെ പാട്ടൊക്കെ ഉണ്ടായിരുന്നോ? ഇല്ല, പാട്ടൊന്നും പഠിച്ചിട്ടില്ല. ഉണ്ടായിരുന്നില്ല. ഇപ്പൊ വിദ്യ വന്നപ്പോ നിങ്ങളുടെ വീട്ടിൽ എന്തെങ്കിലും ഒരു മാറ്റം വന്നതായിട്ട് നിങ്ങൾക്ക് ഫീൽ ചെയ്തു? നല്ല ആഹ്ലാദാണ്. ഓ, അതൊരു ഏറ്റവും ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ഒരു വേർഡാണ് അല്ലേ? നമ്മുടെ വീട്ടിലേക്ക് ഒരു പുതിയ ആള് വരുമ്പോൾ ആ ഒരു വേർഡ് പറയാന്ന് പറഞ്ഞാൽ വിദ്യയുടെ ഒരു ഭയങ്കര ലക്കി ആയിട്ട് ഞാൻ കാണുന്നു. സൂപ്പർ. ഇനി പുറകിൽ 2 പേര് ഇങ്ങനെ ചിരിച്ചോണ്ടിരിക്കുന്നുണ്ട്. അവരാരൊക്കെയാണ് നമുക്ക് പരിചയപ്പെടാം. ഞാൻ വിദ്യയുടെ ചേച്ചിയാണ്. ചേച്ചിയാണ് പാട്ട് പാടും എന്ന് പറഞ്ഞത് അല്ലേ? വീണ. ചേച്ചിയുടെ പേര് വീണ നന്നായി പാട്ട് പാടും. ഇതെന്റെ ഹസ്ബൻഡാണ്. ഹസ്ബൻഡിന്റെ പേര്? എന്റെ പേര് രഞ്ജിത്ത്. ഞാൻ മുംബൈയിൽ എഞ്ചിനീയർ ആയിട്ട് വർക്ക് ചെയ്യാണ്. അത് ശരി. ഓക്കെ. അപ്പൊ വീണയുടെ ഒരു പാട്ട് നമുക്ക് കേട്ടാലോ? ഒരു 2 വരി പാട്ട്. താമരക്കുമ്പിളല്ലോ മമ ഹൃദയം ഇതിൽ താതാ നിൻ സംഗീത മധുപകരൂ. താമരക്കുമ്പിളല്ലോ മമ ഹൃദയം ഇതിൽ താതാ നിൻ സംഗീത മധുപകരൂ. ഇങ്ങനെ എടുക്കും ഞാൻ, ഇങ്ങനെ ഒഴുക്കും ഞാൻ, ഇങ്ങനെ എടുക്കും ഞാൻ, ഇങ്ങനെ ഒഴുക്കും ഞാൻ, ഇങ്ങനെ നിന്നാജ്ഞ നിറവേറ്റും ദേവാ. അടിപൊളി. അപ്പൊ ഇനി നമുക്ക് വിദ്യയുടെ പെർഫോമൻസ് കാണാനുള്ള സമയമാണ്. നമുക്ക് വേണ്ടിയിട്ട് വീണ വായിച്ചു തരാൻ പോവാണ്. സോ ഓൾ ദി ബെസ്റ്റ്.
എന്തായാലും വളരെ ഗംഭീരമായിട്ടുള്ള പെർഫോമൻസ് ആയിരുന്നു, അടിപൊളി. സോ നിങ്ങൾ രണ്ടുപേരും കൂടി ഞാൻ വേദിയിലേക്ക് ക്ഷണിക്കുകയാണ്. നമുക്ക് വിദ്യയ്ക്ക് ഒരു സമ്മാനമൊക്കെ കൊടുക്കാനുണ്ട്. അപ്പോൾ വിദ്യയ്ക്ക് എന്താണ് നമ്മുടെ പ്രേക്ഷകരോട് പറയാനുള്ളത്? ഫസ്റ്റ് സ്റ്റേജ് ആണ്. അതെ അതെ, എനിക്ക് ഇങ്ങനൊരു അവസരം തന്ന അമൃത ടിവിയോട് ആദ്യം തന്നെ ഞാൻ എൻ്റെ ഹൃദയം നിറഞ്ഞ നന്ദി അറിയിക്കുകയാണ്. എൻ്റെ ആദ്യത്തെ സ്റ്റേജാണിത്, അപ്പോൾ അത്രത്തോളം തന്നെ എക്സൈറ്റഡും ആണ്. സോ ഞങ്ങളും ഭയങ്കര ഹാപ്പിയാണ് വിദ്യയെ പോലെ ഇത്രയും ടാലന്റഡ് ആയിട്ടുള്ള ഒരാളെ ഇന്ന് നമ്മുടെ എപ്പിസോഡിൽ കിട്ടിയത്. ആൻഡ് ഒരു ബ്യൂട്ടിഫുൾ ഫാമിലിക്ക് ഒരു കൂടി പരിചയപ്പെടാൻ സാധിച്ചു. കാരണം എല്ലാവരും അതേപോലെ സ്നേഹം സപ്പോർട്ടൊക്കെ തരുന്നു. സോ നിങ്ങൾക്കും ഒരു വലിയ നമസ്കാരം. താങ്ക് യു. അപ്പോൾ റേജൻ ആൻഡ് ഹരിത, നിങ്ങളുടെ ദൗത്യം അതിഗംഭീരമായിട്ട് നിങ്ങൾ പൂർത്തീകരിച്ചിരിക്കുകയാണ്. കാരണം വളരെ രസകരമായിട്ട് നമ്മുടെ എപ്പിസോഡ് മുന്നോട്ട് കൊണ്ടുപോയി. ഈ പ്രോഗ്രാമിന് വിളിച്ചതിനും എന്താ പറയാ, ഒരുപാട് തവണ എന്നെ വിളിച്ചതാണ്. ഈ പറഞ്ഞ പോലെ തിങ്കൾക്കലമാന്റെ കറക്റ്റ് ആ ഷൂട്ടിന്റെ സമയത്തായിരിക്കും വിളിക്കുക. അപ്പൊ ഞങ്ങള് ഒരുമിച്ച് ആദ്യമായിട്ട് പോകുന്ന ഒരു ഷോ, ചാനലിന്റെ തന്നെ ഷോയ്ക്കല്ലാതെ വെളിയിൽ പുറത്തു വരുന്ന ആദ്യമായിട്ട്. ആൻഡ് നിങ്ങളും ഹാപ്പി ആണെന്ന് വിശ്വസിക്കുന്നു. നമ്മൾ ബാക്കിയുള്ള പറയുന്നതൊക്കെ തമാശ കാര്യങ്ങളാണ്. അതായത് ഹരിതയുടെ ഈ കുട്ടിക്ക് നേരത്തെ ചോദിച്ച ചോദ്യത്തിൽ ഒരു കാര്യം പറയാനുള്ളത് കുറെ പ്രാവശ്യം പറയുന്നത്, ഞാൻ അത് പറഞ്ഞില്ലല്ലോ, ഞാനത് പറഞ്ഞില്ല. നേരത്തെ അവിടെ ഇരുന്നിട്ട് അതന്നെ പറഞ്ഞായിരുന്നു, പ്രണയത്തിനെ കുറിച്ചൊക്കെ ചോദിച്ചായിരുന്നല്ലോ. അതായത് ഫസ്റ്റ് പ്രണയം ഇല്ല എനിക്കതില്ല എനിക്കിതില്ല എന്നൊക്കെ പറയുമ്പോൾ എന്താ കുട്ടി പറയാനുള്ള പറയും. ഞാനൊരു കാര്യം പറഞ്ഞില്ല. കുറെ പ്രാവശ്യം എന്നോട് എനിക്കിപ്പോ ശരിക്കും റിലേഷൻ ഉണ്ട്, പക്ഷെ ഞാനത് പറഞ്ഞില്ല. മുമ്പത്തെ കാര്യം മാത്രമേ ഞാൻ പറഞ്ഞുള്ളൂ, ഇപ്പോഴത്തെ പ്രസന്റ് ഞാൻ പറഞ്ഞില്ല. അപ്പോ പ്രസന്റ്ലി ഹരിത റിലേഷൻഷിപ്പ് ആണ് അല്ലേ? അങ്ങനെയില്ല കേട്ടോ, ഒരു അലയൻസ് വന്നിട്ടുണ്ട്. അപ്പൊ ഞാന് ഇതാണ് യഥാർത്ഥ കൂട്ടുകാരൻ എന്ന് പറഞ്ഞ ഇതാണ്. ഞാൻ അവനോട് ചോദിച്ചു, ഒരു അലയൻസ് ഒക്കെ വന്ന് വീട്ടിലിങ്ങനെ കുറച്ച് മുറുകി നിൽപ്പുണ്ട്. അപ്പൊ ഞാൻ ഇങ്ങനെ ചോദിച്ചു, എടാ ചേട്ടാ ഞാനത് പറയണായിരുന്നോ എന്ന് ചോദിച്ചു. അതിനാണിത് തന്നെ. നന്ദിയുണ്ടാ, പറഞ്ഞില്ലല്ലോ സത്യം. എന്തായാലും ആ ഒരു ബന്ധം മുന്നോട്ട് നല്ല രീതിയിൽ വരട്ടെ. അതിന്റെ കല്യാണം കൂടാൻ ഞങ്ങൾക്ക് എല്ലാവർക്കും ഭാഗ്യം ഉണ്ടാവട്ടെ. ഈ കുട്ടിയുടെ വീണ കച്ചേരി വേണമെങ്കിൽ നമുക്ക് വെക്കാം. ഇപ്പോഴേ ബുക്ക് ചെയ്തോ. ഫ്രീ ആയിട്ടല്ല, നല്ല ക്യാഷ് കൊടുക്കണം. അല്ലാണ്ട് ഫ്രീ ആയിട്ടൊന്നും ഞങ്ങളൊന്നും വെള്ളത്തിൽ തള്ളിയിടുന്ന ചടങ്ങ് ഉണ്ടായിരിക്കുന്നതായിരിക്കും ആ കല്യാണത്തിന് അല്ലേ റേജ? നമുക്ക് പോയിട്ട് തള്ളിയിടണം. സുഖല്ലടാ. ശരി, എന്തായാലും ഒരുപാട് സന്തോഷം. ഇവരുടെ ബാക്കിയുള്ള ഭാവി പരിപാടികളൊക്കെ ഗംഭീരമാവട്ടെ. വിദ്യയുടെയും ഫ്യൂച്ചർ പരിപാടികളൊക്കെ അതിഗംഭീരമാവട്ടെ. സോ താങ്ക് യു സോ മച്ച്. അടുത്ത എപ്പിസോഡിൽ പുതിയ ഒരു പ്രതിഭയും പുതിയ അതിഥിയൊക്കെ ആയിട്ട് നമ്മളെല്ലാവരും വരും. സോ നൗ വി ആർ സേയിങ് ബൈ ബൈ. ദിസ് ഈസ് റെഡ് കാർപ്പറ്റ്.